പദ്ധതി വെച്ചാലും പോലെ അജാതി ഒരു പദ്ധതി, ഇടിവെട്ട് പദ്ധതി. ഞാൻ അതുപോലെ മെട്രോ സിറ്റികളിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. എറണാകുളത്തുണ്ട് കേട്ടോ, എറണാകുളത്ത് ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ബ്രോഡ്ബാൻഡ് ഏരിയയിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പദ്ധതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സൈക്കിൾ ട്രാക്ക്, ഞങ്ങളുടെ നാട്ടിലൊക്കെ സൈക്കിൾ ട്രാക്ക് ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും നല്ലൊരു ട്രാക്ക് വന്നിട്ടുണ്ട്. എൻ്റെ നാട് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാടാണ്. എൻ്റെ നാട് മണ്ണാർക്കാടാണ്. ഞങ്ങളെ ടൗണ് വരുന്നത്, നമ്മളെ മണ്ണാർക്കാട് താലൂക്കാണ് വരിക. അപ്പോൾ ആ താലൂക്കിൽ വരുന്ന 2 ഏരിയകളിലാണ് ഞാൻ പദ്ധതിയിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാനത് പകർത്തിയെടുക്കുകയും ചെയ്തു. നല്ലൊരു പദ്ധതിയല്ലേ, നമുക്ക് എല്ലാവർക്കും അത്രയും ഗുണകരം ചെയ്യുന്നൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ എടത്തനാട്ടിൽ കൈരളി ജംഗ്ഷനിലേക്ക് വരുന്നൊരു ഏരിയയിലും, രണ്ടാമത് കണ്ടത് നമ്മൾ പൊമ്പ്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പൊമ്പ്രയിൽ നിന്ന് കാരാകുറിശി പോണ റൂട്ടുണ്ട്, അവിടെയാണ് കത്തി കണ്ടത്. ഇനി ഏകദേശം ട്രാക്കിൻ്റെ ഏകദേശം ഒരു 90-95% പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കോഡ് കൊടുക്കണം. കളർ കോഡ് ഉണ്ട്, സൈക്കിൾ ട്രാക്കിന് കളർ കോഡ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് അറിയുന്നവർക്ക് അറിയാം. ട്രാക്കിന് ഒരു പച്ച ലൈന് കൊടുക്കും, പച്ച കളറാണ് അതിൻ്റെ ഒരു ട്രാക്കിൻ്റെ കളർ കോഡ് അതാണ്. അപ്പം ഞാൻ അതുകൂടെ പൂർത്തീകരിക്കാനുള്ളൂ. പിന്നെ അത് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വഴിയെ. അതെന്തായാലും വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും, ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ അറിയിക്കുന്നതായിരിക്കും. ഞാൻ നമ്മളെ നാട്ടിലൊക്കെ ഇമാതിരി ഒരു പദ്ധതി വരുന്നു ഞാൻ സ്വപ്നത്തിലും കൂടി കരുതിയിട്ടില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടിരിക്കുക. നിങ്ങളുടെ നാട്ടിലും വേണമെങ്കിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അത് ആദ്യം കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയിലാണ്. അവർക്ക് കൊടുത്താൽ ഇത് എന്തെങ്കിലും ഗുണമുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് പഞ്ചായത്തുമായിട്ട് ഇവർ ലിങ്കായിട്ട് പിന്നെ PWD ആയിട്ട് ഒരു ടൈപ്പിലായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ട് പഠിക്കണം. ഇതുപോലെയൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറയണം പഞ്ചായത്തിനോട്. അല്ലാതെ അങ്ങനെ ഒരു വികസനം ഇല്ലാതെ നാടായിട്ട് എന്ത് നിൽക്കാനാ? ഇതൊക്കെ പറയണം. ഗ്രാമസഭയും പഞ്ചായത്ത് സഭയെ നിയമസഭയെ എന്തിലാച്ച അവതരിപ്പിച്ച് ഇതുപോലെയുള്ളതൊക്കെ നടപ്പിലാക്കണം. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കാണുന്നുണ്ടോ? ഇതിപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു വികസനം വന്നപ്പോൾ ജനങ്ങളിത് അറിയാതിരിക്കാൻ പാടില്ലല്ലോ, അറിയണമല്ലോ. അതിനു വേണ്ടി ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നാളെ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്. ഞാനായിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടെ ഉണ്ട്.